അപ്പോസ്തലനായ പൗലോസിൻ്റെ റോമിലേക്കുള്ള യാത്രയെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. പൗലോസ് റോമിലെത്തിയോ? എത്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പറഞ്ഞു വന്നിരുന്നത് മൂന്നാമത്തെ മിശ്രയാത്രയ്ക്ക് ശേഷം തന്നെ യെരുശലേമിൽ വെച്ച് അറസ്റ്റ് ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം അതിനെ വിസ്തരിക്കുമ്പോൾ യാതൊരുവിധ തെറ്റും കുറ്റവും കണ്ടെത്താനായിട്ട് ഇടയായിത്തീർന്നില്ല. എങ്കിലും താൻ യഹൂദന്മാരോടുള്ള അവർ പൗലോസിനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നത് നിമിത്തം താൻ കൈസരെ അഭയം ചെല്ലുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ കൈസരെ, റോമൻ ചക്രവർത്തിയായ കൈസരെ എൻ്റെ മുമ്പാകെ പൗലോസിനെ എത്തിക്കുന്നതിന് വേണ്ടി പൗലോസിനെയും യൂലിയോസ് എന്ന് പറയുന്ന ശതാധിപൻ്റെ കയ്യിൽ കപ്പലിൽ കയറ്റി അവർ കൈസരയിൽ നിന്ന് റോമിലേക്ക് പോവുകയാണ്. റോമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കപ്പൽ മാറിക്കയറി പോവുകയാണ്. അവിടെ വെച്ച് പൗലോസ് ആ സമയത്ത് പറയുന്നുണ്ട്, ഈ യാത്ര അപകടം പിടിച്ചതാണ്, ഈ യാത്ര നിങ്ങൾക്ക് നീട്ടിവെക്കേണ്ടതാണ് എന്ന് പറയുകയാണ്. എന്നാൽ തടവുപുള്ളിയായിരിക്കുന്ന പൗലോസിൻ്റെ വാക്കുകളെ ശതാധിപൻ കേൾക്കുന്നില്ല. അങ്ങനെ അവർ കപ്പലിൽ കയറി പോവുകയും പോകുന്ന വഴിക്ക് ഈശാനമൂലൻ എന്ന് പറയുന്ന കൊടുങ്കാറ്റടിക്കുകയും അവർക്ക് കപ്പലിനെ നിയന്ത്രിക്കാൻ കഴിയാതെ ആ മധ്യധരണി കടലിൽ, മെഡിറ്ററേനിയൻ കടലിൽ 10-14 ദിവസത്തോളം നിലയില്ലാതെ, സൂര്യനെ കാണാതെ, വെളിച്ചം കാണാതെ കടന്നു പോകുന്നതായിട്ട് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സമയത്ത് അപ്പോസ്തലനായ പൗലോസ് എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഒരു വാക്കുകളെ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാമത്തെ അധ്യായം അതിൻ്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആരുടെയും പ്രാണനെ ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുത്തിൽ നിന്ന്, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാവുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പേ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എങ്കിലും നാം ഒരു ദ്വീപിനെ മുട്ടി വീഴേണ്ടതാവുന്നു. അപ്പോസ്തലനായ പൗലോസ് 13 രാത്രിയോളമായി, 13 ദിവസത്തോളമായി അവർ സൂര്യനെ പോലും കാണുന്നില്ല. ആ വലിയ കൊടുങ്കാറ്റിൽ അലഞ്ഞ് ഒഴുകുകയാണ് ആ കടലിൽ. അപ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന് പൗലോസ് ധൈര്യത്തോടെ അവിടെയുള്ള ആളുകളോട് പറയുകയാണ്. ഏകദേശം 276 പേര് ആ കപ്പലിലുണ്ടായിരുന്നു. അവരോട് പൗലോസ് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ വന്ന് എന്നെ ശക്തീകരിച്ചു, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെയും ശക്തീകരിക്കുന്നു. എന്നോട് പറഞ്ഞു, ഈ കപ്പൽ ഉടഞ്ഞു പോയാലും നിങ്ങളെല്ലാവരും സുഖമായിട്ട് അവിടെ തന്നെ ചെല്ലുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങളുടെ ജീവന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകുകയില്ല, ധൈര്യത്തോടെ ഇരിക്കുവിൻ എന്ന് പറയുകയാണ്. അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്. ദൈവം അവിടെ പൗലോസിനോട് പറയുന്ന കാര്യമാണ്, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ്. ധൈര്യപ്പെടുവിൻ. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുവാനായിട്ട് ഇടയായിത്തീരണം. നമുക്ക് ആശ്രയിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിന് പോലും ഒരു വള്ളിയോ പുള്ളിയോ മാറുകയില്ല. ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മാറിപ്പോകാനായിട്ട് ഇടയുണ്ട്. എന്നാൽ ദൈവവചനത്തിൽ നമ്മൾ ആശ്രയിക്കുവാണെങ്കിൽ നമുക്ക് ലജ്ജിക്കേണ്ടതായിട്ട് വരികയില്ല. അത് പുല്ലുണങ്ങി പൂവാടി, എന്നാൽ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. അതാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച വചനമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1 പത്രോസ് 1:24-25. ഈ ദൈവവചനമാണ് എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിൻ്റെ വചനം, അതിൽ നമുക്ക് ആശ്രയിക്കുവാനായിട്ട് കഴിയണം. ദൈവം പറഞ്ഞിരിക്കുന്ന നമുക്ക് ദൈവം അനേകം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ളതെല്ലാം, ഈ ലോകത്തിൽ ജീവിക്കാനുള്ളതും വരുവാനുള്ള ലോകത്തിലേക്കുള്ള വാഗ്ദാനങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ 2 പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഈ ജീവന് വേണ്ടിയ എല്ലാം നൽകിയിട്ടുണ്ട്, ഈ ദൈവവചനത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും നമുക്ക് വാഗ്ദാനങ്ങളുള്ളത് എന്താണ്? വരുവാനുള്ള കാലത്തേക്കാണ്. 1 പത്രോസ് 1:13 നമുക്ക് വായിക്കാം. പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളു. നമ്മൾ എത്ര പേര് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 2ാം വരവ് പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട്
ജീവിക്കുന്നുണ്ട്. ഓരോ ദിവസവും കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി ജീവിക്കുന്നുണ്ട്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ വാഗ്ദാനങ്ങളിൽ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് ആകണമെന്നാണ് ദൈവം നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യം. പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് വരുവാനുള്ള ആ കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ എന്നാണ്. മനസ്സുറപ്പിച്ച് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ എന്നാണ്. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരും. അവനിൽ വിശ്വസിക്കുന്നവരെ, അവനെ കാത്തിരിക്കുന്നവരെ ചേർത്ത് കൊള്ളാനായിട്ട് രണ്ടാമത് വരും. അത് പലപ്പോഴും നമ്മൾ മറന്നു കളയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ മറന്നു കളയുന്ന ഒരു കാര്യമാണ്. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും പൗലോസ് ഇവിടെ പറയുന്നത് പോലെ, നിങ്ങളുടെ കപ്പലിലും സ്വത്തുക്കൾക്കും നാശമുണ്ടാകും, എന്നാലും നിങ്ങളുടെ ജീവൻ പ്രാണന് ഹാനി വരികയില്ല. അതാണ് ദൈവവചനം നമുക്ക് നൽകുന്ന ഉറപ്പ് എന്ന് പറയുന്നത്. നമ്മൾക്കുള്ളതും നമ്മുടേതെല്ലാം നശിച്ചു പോയാലും നമ്മുടെ ജീവൻ നമുക്ക് കണ്ടു കിട്ടിയത് കൊള്ളയായിട്ട് കിട്ടിയതുപോലെ തന്നെ ഇരിക്കും. നമ്മൾ കർത്താവിനോട് കൂടെ ഒരു ദിവസം ചേർന്ന് വാഴും. നിത്യതയാണ് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ നമുക്ക് നമുക്ക് പ്രശ്നങ്ങൾ എല്ലാം നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. ആ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ ആവശ്യമായ കൃപയും ബലവും ധൈര്യവും ശക്തിയും ഒക്കെ ദൈവം നൽകും. എന്നാൽ അൾട്ടിമേറ്റായിട്ട് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്താണ്? ആ നിത്യതയാണ്. ദൈവം നൽകിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ വരുവാനുള്ള കൃപ, അതാണ് ദൈവം നമുക്ക് അൾട്ടിമേറ്റായിട്ട് നൽകിയിരിക്കുന്ന ആ കൃപ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, ഈ ദൈവവചനത്തിൽ പൂർണ്ണ വിശ്വാസം വയ്ക്കുകയാണെങ്കിൽ ആ നിത്യത നമുക്ക് പൂർണ്ണമായും നമുക്ക് കൈവശമാക്കുവാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ധൈര്യത്തോടെ ഇരിക്കണം എന്നുള്ളതാണ്. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ പ്രശ്നങ്ങളിലും നമ്മുടെ ജീവിതങ്ങളിൽ ഇപ്പോൾ ഉള്ള എല്ലാവിധ സാഹചര്യങ്ങളിലും നമ്മൾ ധൈര്യത്തോടെ ഇരിക്കണം. കാരണം ഈ കാലഘട്ടത്തിലെ കഷ്ടങ്ങൾ വളരെ ലഘുവായിട്ടുള്ളതാണ്, ചെറിയൊരു കാലഘട്ടത്തിലേക്കുള്ളതാണ്. എന്നാൽ നമുക്ക് കിട്ടുന്നത് നിത്യമായി കർത്താവിനോട് കൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നങ്ങളിലും നമുക്ക് ധൈര്യത്തോടെ ഇരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതാകുന്നു. ഈ 13 രാത്രി അവർ സൂര്യനെ കാണാതിരിക്കുന്ന ഈ രാത്രിയാണ് പൗലോസ് അപ്പോസ്തലൻ ധൈര്യത്തോടെ എഴുന്നേറ്റ് അവരെ ധൈര്യപ്പെടുത്തുന്നത്. പൗലോസും ഇതേ സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. എന്നാൽ പൗലോസിന് അവരെ ധൈര്യപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ദൈവത്തിൻ്റെ ദൂതൻ തന്നെ ശക്തിപ്പെടുത്തി, ദൈവത്തിൻ്റെ വചനം അവനോട് പറഞ്ഞു, ദൈവത്തിൻ്റെ വാഗ്ദാനം അവനോട് പറഞ്ഞു, നീ കൈസറിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു, അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും നിനക്ക് പറ്റുകയില്ല, അതോടൊപ്പം കൂടെ യാത്ര ചെയ്യുന്നവർക്കും യാതൊരുവിധ പ്രശ്നവും പറ്റുകയില്ല എന്ന് പറഞ്ഞു. നമ്മളും ദൈവവചനത്തിൽ നിന്ന് നമ്മുടെ ശക്തിയെ, നമ്മുടെ ധൈര്യത്തെ ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്കും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിലനിൽക്കുവാനായിട്ട്, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാനായിട്ട് കഴിയും എന്നാണ് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. നമുക്കതിൻ്റെ 27 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. രാത്രിയായപ്പോൾ ഞങ്ങൾ അത്തിയക്കടലിൽ അലയുന്നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് കപ്പൽക്കാർക്ക് തോന്നി. അവർ ഈയമിട്ട് 20 മാറുന്ന കണ്ടു. കുറെ അപ്പുറം പോയിട്ട് വീണ്ടും ഈയിട്ടു 15 മാറുന്ന കണ്ടു. 6 സ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ച് അവർ അമരത്ത് നിന്ന് 4 നങ്കൂരമിട്ട് നേരം വിളിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കപ്പൽക്കാർ കപ്പൽ ഓടിപ്പോകാൻ വിചാരിച്ച് അടിയത്ത് നിന്ന് നങ്കൂരമിടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിൽ ഇറങ്ങി. അപ്പോൾ പൗലോസ് ശതാധിപരോടും പടയാളികളോടും, ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. പടയാളികൾ തോണിയുടെ കയറ് അറുത്തു, അത് വീഴ്ച മതി. ഇപ്പൊ അവര് 14-ാമത്തെ ദിവസം രാത്രിയായി. ആ സമയങ്ങളിൽ അവര് നങ്കൂരം ഇട്ട് നോക്കി. നങ്കൂരം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കപ്പലിനെ പിടിച്ചു നിർത്തുന്ന ഒന്നാണ്, കപ്പലിന്റെ ബ്രേക്കാണ്. അതിട്ടു. ആദ്യം ഇട്ട് നോക്കിയപ്പോൾ അത് 20 മുഴം എന്ന് കണ്ടു. ഈയം ഇട്ടു, അപ്പോൾ അത് 20 ഇത് കണ്ടു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി 20 മാറെന്ന് കണ്ടു. കുറച്ചും കൂടി പോയിട്ട് വീണ്ടും ഇട്ടു, 15 മാറെന്ന് കണ്ടു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരയോട് അടുക്കുകയാണ്. പക്ഷെ രാത്രിയാണ്, ഒന്നും കാണാനും പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് ഇത് കപ്പൽ ചെന്ന് മുട്ടി അത് തകർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കാറ്റുമുണ്ട്. അതുകൊണ്ട് അവർ നങ്കൂരം ഇട്ടു. കപ്പൽ അവിടെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി നങ്കൂരം ഇട്ടു. 4 നങ്കൂരം ഇട്ടു. എന്നിട്ട് നേരം വെളുക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വെളിച്ചം കണ്ട് അത് കരയാണെന്ന് ഉറപ്പിച്ച് കരയിലേക്ക് പോകണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പം അങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പേർ, അവർ കപ്പൽക്കാരാണ്, സെയിലേഴ്സാണ്. അവരെന്ത് ചെയ്തു? കപ്പൽ വിട്ട് ഓടിപ്പോകാനായിട്ട് വിചാരിച്ച്
അവർ തോണി ഇറക്കി, അതിൽ നിന്ന് തോണി കൊണ്ട് അവർ രക്ഷപ്പെടാനായിട്ട് അവരൊരു പ്ലാൻ ഇട്ടു. അപ്പോൾ ഇത് പൗലോസിന് കണ്ടു. പൗലോസ് പറഞ്ഞു, ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. പൗലോസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? പൗലോസ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്താണ്? ദൈവവചനം അവനോട് ദൂതൻ വന്ന് മുമ്പേ കൂട്ടി പറഞ്ഞിരുന്നു, ദൈവം നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവം പൗലോസ് അതിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവർ കപ്പലിൽ താമസിച്ചാൽ മാത്രമേ നമ്മളെല്ലാവരും രക്ഷപ്പെടാനായിട്ട് ഇടയായി തീരും. ഇവർ പോയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഇടയായി തീരുകയില്ല. നമ്മളും ദൈവത്തിൻ്റെ വചനത്തിൽ ഒക്കെ ആശ്രയിക്കുന്നവരാണ്. എന്നാൽ കുറേ പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളെന്താണ്, നമ്മുടെ സ്വന്തം തോണി ഇറക്കി രക്ഷപ്പെടാനൊക്കെ ചെയ്യുന്നവരാണ്. പലപ്പോഴും അങ്ങനെ പിൻമാറ്റത്തിലേക്ക് പോകാനൊക്കെ ആയിട്ട് ഇടയായിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാതെ പലപ്പോഴും മുമ്പോട്ട് പോയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആശ്രയിച്ച് രക്ഷപ്പെടാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? എന്താണ് ദൈവം നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു. നമ്മൾ ഒരു വാക്യം വായിക്കണം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, അതിൻ്റെ 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, അതിൻ്റെ 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കുന്ന നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കുന്ന നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ അടുക്കൽ വരുന്നവനെ കർത്താവ് തള്ളിക്കളയുകയില്ല. പിതാവ് തന്നിരിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയുകയില്ല. എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അത് രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവ് നമ്മളെ വീണ്ടും ജനനം നടത്തി ദൈവമക്കളാക്കി തീർത്തിരിക്കുന്നുവെങ്കിൽ നമ്മളെ അക്കരെ എത്തിക്കും എന്നുള്ളത് കർത്താവിൻ്റെ ഉറപ്പാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ ദൈവം നമ്മളെ അവിടെ നിത്യതയിലേക്ക് എത്തിക്കും എന്നുള്ളത് കർത്താവിൻ്റെ ഉറപ്പാണ്. അതിൽ നമ്മൾ തന്നെ പുറത്തിറങ്ങി പോകാനായിട്ട് ശ്രമിച്ചാലും പറ്റുന്ന ഒരു കാര്യമല്ല. ദൈവം നമ്മളെ അതിലേക്ക് കൊണ്ട് തന്നെ എത്തിക്കും എന്നുള്ളതാണ്. ദൈവം കർത്താവിനെ കൊടുത്തിരിക്കുന്ന ഒരു ആട് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് തെന്നിപ്പോവുക എന്ന് പറയുന്നത് അത് നടപ്പാകുന്ന സന്തതിയല്ല, സംഭവമല്ല. അതായത് 100 ആടുണ്ടായിരുന്ന ഒരാട് അതിൽ നിന്ന് പോയി. 99 നിർത്തിയിട്ട് കർത്താവ് ഒന്നിനെ തേടിപ്പോയി. ആ ഒന്നിനെ കിട്ടിയില്ലെങ്കിലോ? ആ ഒന്നിനെ കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ള 99 സുരക്ഷതയില്ല. ആ ഒന്ന് പോലും പോവുകയില്ല എന്നുള്ളതാണ് ഓരോ ആടിൻ്റെയും സുരക്ഷിതത്വം എന്ന് പറയുന്നത്. ആ 100 ആടും കർത്താവിൻ്റെ 100 ആടായിട്ടാണ് പിതാവ് കർത്താവിന് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ 100 ആടിനെയും കർത്താവ് നിത്യതയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അതാണ് തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത്. കർത്താവ് നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പ് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാനാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുകയും. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ആ നമുക്ക് ലോകസ്ഥാപനത്തിന് മുമ്പ് കർത്താവ് നമ്മളെ വിളിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ, നമ്മളെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ആ സ്വർഗത്തിലോളം എത്തിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. നമുക്ക് 1 പത്രോസിൻ്റെ ലേഖനം 1-ന്റെ 4-ാമത്തെ വാക്യം, അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളാണ്. 1-ന്റെ 2 മുതലുള്ള വാക്യം. ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്ക് എഴുതുന്നത്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ പിതാവിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ഉള്ള വൃതന്മാർക്ക്, അല്ലെങ്കിൽ വൃതന്മാരെന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ എലക്ട് എന്നുള്ളതാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് ഉദ്ദേശിക്കുന്നത്. പിതാവ് തിരഞ്ഞെടുത്തവരാണ്. പിതാവ് എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? പിതാവിൻ്റെ മുന്നറിവിന് ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനാണ് പിതാവ് നമ്മളെ തിരഞ്ഞെടുത്തത്. നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിനോട് അനുസരണം കാണിപ്പാനും അവൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായിട്ടാണ്. അതായത് തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും
നമ്മൾ വായിക്കുന്നതാണ്. നിങ്ങൾ വിശുദ്ധന്മാരും നിർമ്മലരുമാകേണ്ടതിന് വേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നതാണ്. തെരഞ്ഞെടുപ്പിന് ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിനുള്ള അനുസരണം, ദൈവവചനത്തോടുള്ള അനുസരണം എന്ന് പറയുന്നത്. ആ അനുസരണം കാണിക്കുക എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ തളിക്കപ്പെടുവാനുമായി, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ തളിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ മനസാക്ഷിയില്ലാതെ രക്തത്താൽ തളിക്കപ്പെട്ടവരായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാനായിട്ട് പറ്റും. അതായത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരണത്താൽ കർത്താവ് ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരാനായിട്ട് പറ്റും. അപ്പോൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് നമുക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കുന്നത്. നിങ്ങളെ തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള അനുസരണം കാണിക്കേണ്ടതിനും അവൻ്റെ രക്തത്താൽ തളിക്കപ്പെടേണ്ടതിനും വേണ്ടിയാണ്. അത് പിതാവിൻ്റെ മുന്നറിവിനും പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണത്താലുമാണ് നമ്മളെ ചെയ്തത്. അപ്പം ദൈവം നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു, ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു എന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക, അവൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടും നിഷ്കളങ്കതയോടും കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് തെറ്റിച്ചുകൊണ്ട് നമ്മൾ അവൻ്റെ ആടുകളായിരിക്കുന്ന നമ്മൾ അത് തെറ്റിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ദൈവം കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? അവൻ്റെ സന്നിധിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇടയായിത്തീരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, നമ്മളെ അവസാനം വരെ എത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അവൻ്റെ ആടുകളിൽ ഒന്നുപോലും നശിച്ചു പോകുന്നത് അത് അസംഭവ്യമാണ്, അങ്ങനെ സംഭവിക്കുകയില്ലാത്ത ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ പൗലോസിൻ്റെ കപ്പൽ യാത്രയിലേക്ക് എടുത്തു വരുമ്പോൾ പൗലോസിന് അവനോട് കൂടെ യാത്ര ചെയ്യുന്ന 276 ആളുകളെ ദൈവം എൻ്റെ പക്കൽ തന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നാൽ അതിൽ കുറച്ച് ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. അവർ ഈ പ്രശ്നങ്ങളും വെളിച്ചം കാണാതെ ഉള്ള ഈ യാത്രയും ഒക്കെ കണ്ടപ്പോൾ അവർ നാക്കിന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. എന്നാൽ പൗലോസ് അത് തടുക്കുകയാണ്. അവരുടെ തോണിയുടെ കയറ് വെട്ടിക്കളഞ്ഞ് അവരെ കപ്പലിൽ തന്നെ കൊണ്ടുവരികയാണ്. നമ്മളെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് വിട്ടകന്ന് മാറുമ്പോൾ ദൈവം തന്നെ നമ്മളെ പല സാഹചര്യങ്ങളിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുമാറാക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. തിരഞ്ഞെടുക്കാനുള്ള കാരണം ദൈവത്തിൻ്റെ മുന്നറിവും അവൻ്റെ പരമാധികാരവുമാണ്. ദൈവം തിരഞ്ഞെടുത്തത് ആ നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലുക എന്നുള്ള കാര്യമാണ്. തുടർന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് തന്നെ വരാം. അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങളൊന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14-ാം ദിവസമാവുന്നതോ? അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തിൻ്റെയും തലയിൽ ഒരു രോമം പോലും നഷ്ടമാകില്ല നിശ്ചയം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്ത് എല്ലാവരും കാണിയ ദൈവത്തെ വാഴ്ത്തിട്ട് അവർ തിന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. കപ്പലിൽ ഞങ്ങൾ ആർപ്പാടെ 276 ആളുണ്ടായിരുന്നു. അവർ തിന്നു തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ പറഞ്ഞ കപ്പലിന്റെ ഭാരം കുറച്ചു. മതി. പൗലോസ് അടുത്തതായിട്ട് ചെയ്യുന്നത് 14-ാം ദിവസം ആയപ്പോഴേക്കും ഇവരെല്ലാവരും 10-13 ദിവസമായിട്ട് ഇരുട്ടാണ്, വെളിച്ചം കണ്ടിട്ടില്ല, സൂര്യനെ കണ്ടിട്ടില്ല, വളരെ പ്രതിസന്ധിയിലാണ്, ജീവൻ പോലും പോകും എന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്നാൽ പൗലോസ് അവരെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ 14-ാം ദിവസമായപ്പോൾ പൗലോസ് അവരുടെ അടുക്കൽ വരികയാണ്, അവരോട് പറയുകയാണ്, നിങ്ങൾ ആഹാരം കഴിക്കണം. എന്നിട്ട് താൻ തന്നെ ആഹാരം എടുത്ത് വാഴ്ത്തി നുറുക്കി സ്തോത്രം ചെയ്തിട്ട് തിന്നു തുടങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പൗലോസ് അപ്പോസ്തലൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു മാതൃക തന്നെ പിന്തുടർന്ന് നമ്മൾ അപ്പം വാഴ്ത്തി നുറുക്കി കഴിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും കഷ്ടങ്ങളിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദൈവവചനം എടുത്ത് നമുക്ക് വാഴ്ത്തി നുറുക്കി നമ്മൾ ഭക്ഷിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്രസംഗം കേൾക്കുന്നതല്ല, പ്രസംഗം കേൾക്കുന്നതും നമ്മൾ തന്നെ വചനം വായിക്കുന്നതും വചനത്തിൽ നിന്ന് ആലോചന പ്രാപിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് പ്രസംഗിച്ചു, ഇതൊരു എൻകറേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ മാത്രമേ ആയുള്ളൂ. പക്ഷെ നിങ്ങൾ
വളരണമെങ്കിൽ എന്താണ്, സ്വയമായിട്ട് ഭക്ഷണം നുറുക്കി കഴിക്കുവാനായിട്ട് ഇടയായിത്തീരണം. പൗലോസ് ഇവിടെ ചെയ്യുന്നത് അതാണ്. താൻ ഭക്ഷണമെടുത്ത് വാഴ്ത്തി നുറുക്കി ഭക്ഷണം കഴിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് കണ്ട് മറ്റുള്ളവരും അതേപോലെ തന്നെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്ക് കഷ്ടങ്ങളിലാണ് നമുക്ക് ദൈവവചനം കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും നമ്മളെ ശക്തിപ്പെടുത്തുവാനും ഒക്കെ ഇടയാകുന്ന ആ സാഹചര്യം. എന്നാൽ ആ സാഹചര്യത്തിലാണ് നമുക്ക് ഒരിക്കലും ദൈവവചനം എടുക്കാനായിട്ട് തോന്നാത്തത്. നമ്മൾ ദൈവവചനം എടുത്ത് വായിക്കാനാണ് നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുക്കാനാണ് പാട്. അതെടുത്ത് വായിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അത് എടുത്ത് വായിച്ച് അതിൽ നിന്ന് ആലോചന കൈക്കൊണ്ട് അത് അങ്ങനെ നമ്മൾ സ്വയമായിട്ട് എടുത്ത് വായിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്കും ധൈര്യപ്പെടുത്തുവാനായിട്ട് പറ്റുള്ളൂ. പൗലോസ് എടുത്ത് ഇപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അവനെ ഉറപ്പിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, സ്വയമായിട്ട് ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രാപിക്കണം. അപ്പം നമുക്കറിയാം, ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്ന കൊടുത്തു. അവർ തന്നെ പോയി പറക്കി അത് ചുട്ടെടുത്ത് കഴിക്കണം. മന്ന എപ്പോഴും ദൈവത്തിൻ്റെ കരുതലിനെ കാണിക്കുന്ന ഒന്നാണ്, ദൈവവചനത്തെ കാണിക്കുന്ന ഒന്നാണ്, കർത്താവ് പറഞ്ഞ വചനത്തെ കാണിക്കുന്ന ഒന്നാണ്. ഈ വചനം നമ്മൾ എടുത്ത് രാവിലെ തോറും എടുത്ത് ഭക്ഷിക്കുകയും അങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വളരുവാനായിട്ട് ഇടയായിത്തീരുക. പൗലോസ് കാണിച്ച ആ ഒരു മാതൃക നമുക്ക് പിന്തുടരേണ്ട ഒന്നാണ്. പൗലോസ് മറ്റുള്ളവരെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഇരുന്നപ്പോൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. തുടർന്നുള്ള വാക്യങ്ങളോട് നമുക്ക് വായിക്കാം. 38 മുതലുള്ള വാക്യങ്ങൾ. കടൽ കൂടി ഒരു സ്ഥലത്തിന്മേൽ ചെന്ന് കയറിയ കപ്പലടിഞ്ഞ അണിയും ഉറച്ച ഒന്നുമില്ലാതെയായി, ഇളക്കമില്ലാതെയായി. അവനും തിരയുടെ കേമത്താൽ കുടഞ്ഞുപോയി. കടവുകാരിൽ ആരും നീക്കി ഓടിപ്പോകാതിരുവാൻ അവരെ കൊല്ലണം എന്ന് പടയാളികൾ ആഗ്രഹിച്ചു. ശതാധിപനോ പൗലോസിനെ രക്ഷിക്കാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്തു. നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പടകമേലും കപ്പലിന്റെ ഖണ്ഡങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സമ്മതി വന്നു. ഇവിടെ നമ്മൾ കാണുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ വന്ന ഒരു കപ്പൽ ഛേദമാണ് നമ്മൾ വായിച്ചത്. ആദ്യം പോലും നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇതൊരു പ്ലാനിങ് ഇല്ലാതെയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. അവിടെ നിന്ന് കൈസരയിൽ നിന്ന് ഒരു ചെറിയ കപ്പൽ കയറി അവിടെ നിന്ന് അദ്രമുത്തിൽ വന്നു. അദ്രമുത്തിൽ നിന്ന് പിന്നെ അടുത്തൊരു വലിയ കപ്പൽ കയറിട്ടു അവിടെ നിന്ന് കയറി. അപ്പോൾ ഈ സമയത്ത് പോകരുതെന്ന് പൗലോസ് പറയുന്നു. എന്നാൽ അതങ്ങനെ പോകുവാനായിട്ട് കപ്പലുടമയുടെയും മാലുമിയുടെയും വാക്ക് കേട്ട് പോകാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അത് അവരുടെ ജീവിതത്തിൽ ഈശാനമൂലം എന്ന് പറയുന്ന വലിയൊരു കാറ്റടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. വലിയൊരു 10-14 ദിവസത്തോളം കപ്പൽ കടലിൽ അലഞ്ഞ് തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം അവരൊരു കര കാണുന്നു. ആ കരയിലേക്ക് പിറ്റേ ദിവസം അടുക്കുവാനായിട്ട് പോകുമ്പോൾ എന്നാൽ കപ്പൽ ഉടഞ്ഞു പോകുന്നു. അവിടെ കല്ലിൽ തട്ടി കപ്പൽ ഉടഞ്ഞു പോകുന്നു. അങ്ങനെ അവർക്ക് ആ കപ്പലിൽ നിന്ന് അവരെല്ലാവരും കിട്ടുന്ന സാധനങ്ങൾ എടുത്ത് രക്ഷപ്പെടണമെന്ന് കപ്പൽ ഉടമയും ശതാധിപനും കൽപ്പിക്കുന്നു. അങ്ങനെ അവർ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പലകയിലൊക്കെ കയറി അവർ കര പറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ എല്ലാവരും രക്ഷപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിൻ്റെ ഇടയിൽ ശതാധിപൻ്റെ പടയാളികൾ പറഞ്ഞു, തടവ് പുള്ളികളെ എല്ലാവരും കൊല്ലണമെന്ന് പറഞ്ഞു. എന്നാൽ ശതാധിപൻ പൗലോസിനെ രക്ഷിക്കാൻ ആഗ്രഹിച്ച് അവരുടെ ആഗ്രഹത്തെ തടുത്തു കളയുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും പലവിധ പ്രശ്നങ്ങളും പരിശോധനകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ ഒരു പ്രൊവിഡൻസ്, ദൈവത്തിൻ്റെ ഒരു കരുതൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കപ്പലുകൾ ഉടഞ്ഞു പോയാലും വലിയ പ്രശ്നങ്ങളും ഈശാനമൂലനൊക്കെ അടിച്ചാലും നമ്മുടെ ജീവിതങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. അവിടെ ശതാധിപൻ്റെ മനസ്സുകൾ മാറ്റിയത് പോലെ റോമൻ പടയാളിയെ സംബന്ധിച്ച് അവൻ്റെ ഒരു തടവുപുള്ളി രക്ഷപ്പെട്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തടവുപുള്ളിയുടെ ശിക്ഷ
ഈ പടയാളി അനുഭവിക്കേണ്ടതായിട്ട് വരും. മിക്കവാറും ആ പടയാളികളെ കൊല്ലുന്നതിന് കാരണമായി തീരും. അതുകൊണ്ടാണ് പടവുളികളെ കൊന്നു കളയണമെന്ന് പടയാളികൾ ചിന്തിച്ചത്. എന്നാൽ ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ ഒരു കരുതൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് കരുതലുള്ളവനാണ്. ദൈവത്തിൻ്റെ മക്കളുടെ ഒരു ജീവിതങ്ങളിലുള്ള ഒരു പർപ്പസ് ദൈവം നിവർത്തിക്കുന്നതാണ്. ദൈവം എന്തിനാണ് നമ്മളെ വിളിച്ചത്? ആ വിളിക്കൊരു ഉദ്ദേശമുണ്ട്. ആ വിളിക്ക് പിന്നിലുള്ള ഒരു ഉദ്ദേശത്തെ എന്തു ചെയ്യും? ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവം അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതിലെന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ സാഹചര്യങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നാലും ദൈവത്തിൻ്റെ ആ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ വിളിച്ച ആ വിളി പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായ കരുതലുകൾ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്യും എന്നാണ്. നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 46-ാമത്തെ അധ്യായം. ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒട്ടുമില്ല. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ നേരാൾ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിച്ചിരുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുന്നു ഞാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ വചനമാണ്. ദൈവമല്ലാതെ വേറൊരു ദൈവം വേറെ ഒരുത്തനുമില്ല. ദൈവത്തെ പോലെ വേറെ ഒരുത്തനുമില്ല. ദൈവം ആരംഭവും അവസാനവും എല്ലാം അറിയുന്നവനാണ്. ദൈവത്തിൻ്റെ ആലോചന എന്ത് ചെയ്യും? നിവർത്തിക്കും. മൈ കൗൺസിൽ ഷാൽ സ്റ്റാൻഡ് ആൻഡ് ഐ വിൽ ഡു ഓൾ മൈ പ്ലഷർ. എൻ്റെ താല്പര്യമൊക്കെയും ഞാൻ അനുഷ്ഠിക്കും എന്നാണ്. ദൈവത്തിൻ്റെ പർപ്പസ് എന്താണോ അത് ദൈവം ചെയ്യുന്നവനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ദൈവം നിവർത്തിക്കുന്നവനാണ്. ദൈവം നമ്മുടെ ജീവിതങ്ങളെ സംബന്ധിച്ച് ഒരു ഇഷ്ടം ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, ദൈവം നമ്മളെ വിളിച്ചു എങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് ഒരു പർപ്പസ് ഉണ്ട്. നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ വിശുദ്ധിയോടെ ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവരും എന്നുള്ളതാണ്. അതിലിപ്പോൾ പ്രശ്നങ്ങൾ കടന്നു വരാം. ഇപ്പോൾ പൗലോസ് ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ആ സാഹചര്യത്തിൽ കപ്പൽ ഓടിക്കരുത്. എന്നാൽ അവർ ഓടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ ഈശാനമൂലം എന്ന് പറയുന്ന കാറ്റടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇപ്പം നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തിന് ഇതെല്ലാം അറിയാമെങ്കിൽ ദൈവം വേണമെങ്കിൽ അവരെ സ്റ്റോപ്പ് ചെയ്താൽ പോരെ, ഈ യാത്ര ഒഴിവാക്കിയാൽ പോരെ, അല്ലെങ്കിൽ ഈ യാത്ര ഒരു 6 മാസം കൂടി കഴിഞ്ഞിട്ട് വെച്ചാൽ പോരെ. എന്നാൽ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ കരുതലും അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതല്ല. നമ്മുടെ പ്രശ്നങ്ങളുടെ ഇടയിലും ദൈവത്തിൻ്റെ കരുതൽ നമ്മളോട് കൂടെയുണ്ട് എന്നത് അറിഞ്ഞ് ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളതാണ്. നമ്മുടെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് നമുക്ക് ദൈവത്തെ സേവിക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഒഴിയുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് ഒരു സമയം ഉണ്ടാകും എന്നുള്ളതല്ല. നമ്മുടെ പ്രശ്നങ്ങളിലും ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളതാണ്. ദൈവം നമ്മളെ കരുതുന്നവനാണ്. ദൈവത്തിൻ്റെ കരുതൽ നമ്മളോട് കൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ ഒരു വിളി, അതിൻ്റെ പർപ്പസ് ദൈവത്തിനുണ്ട്. ആ പർപ്പസ് നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം തീർച്ചയായും നിറവേറ്റുന്ന ഒരു ദൈവമാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിൽ ദൈവത്തിൽ തന്നെ ആശ്രയിക്കാൻ, ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കാൻ ദൈവം നമ്മളെ അതിനായി സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കും.